നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് വിധി കാത്തിരിക്കുകയാണ് കേരളം. LDFും UDFും ഒരേപോലെ പ്രതീക്ഷയിലാണ്. ട്രെൻഡ് ഉണ്ടായാൽ വിജയിക്കാൻ കഴിയുമെന്ന് PV അൻവറും കണക്കുകൂട്ടുന്നു. നിലമ്പൂർ എങ്ങനെ ചിന്തിച്ചു? അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വോട്ട് നമ്മളെ നാടിന്റെ ആവേശമാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ക്ലൈമാക്സ് നാളെയാണ്. വൈവിധ്യങ്ങളുടെ അസാധ്യ കേന്ദ്രമാണ് നിലമ്പൂർ. സ്വാതന്ത്ര്യത്തിനായി ചോര നൽകിയ മണ്ണ്, സൗഹാർദ്ദത്തിനായി ഹൃദയം നൽകിയ മണ്ണ്. അവിടെ മനുഷ്യരുടെ അവസാന നിമിഷത്തെ തോന്നലിന് വല്ലാത്തൊരു രസമുണ്ട്. നിലമ്പൂരില് ആര് ജയിക്കും? ആദ്യം എങ്ങനെ പറയാം? നാളെ പറയാം. UDF ജയിക്കും. സ്വരാജ്. അത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുള്ളൂ. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നില്ലാണ് എൻ്റെ വിശ്വാസം. സുരാജ് ജയിക്കും. ഫസ്റ്റ് എണ്ണുമ്പോ തന്നെ ആരാണ് ലീഡ് കാണാം. 10,000 നമ്മൾ ബെറ്റിനും കൊണ്ട് വേണമെങ്കിൽ ബെറ്റൊക്കെ വന്നോ ഞാണ്ട് ആരാണ് ബൗട്ടിനെ ജയിച്ചോളൂ. സുന്ദരമായിട്ട് ജയിക്കും ഷൗക്കത്ത്. ഇവിടെ സ്വരാജ് ജയിക്കുന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. തെരഞ്ഞെടുപ്പില് ആര് ജയിക്കും? നല്ല ആൾക്കാർ ജയിക്കട്ടെ. ഈ നിലമ്പൂരിൽ ആര് ജയിക്കും ഇത്തവണ? ഭൂരിപക്ഷം അൻവറിനാണ് എന്ന് സാധ്യതയുണ്ട്. അതെന്താ അൻവറിന് സാധ്യത വരാൻ കാരണം? മൂപ്പരെ വ്യക്തിത്വം അങ്ങനെയാണ്. സ്വരാജ് ചാൻസ് ഉണ്ട്. അൻവർ അത് പറയാൻ പറ്റില്ല, നാളെ കണ്ടറിയാം. ഷൗക്കത്ത്. സ്വരാജ് ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. സ്വരാജ്. നിലമ്പൂര് 35 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വികസനം കണ്ടൊരു 9 വർഷമായിരുന്നു. അപ്പോൾ എന്തായാലും സ്വരാജ് ജയിക്കാൻ തന്നെയാണ് 100% ചാൻസ്. സ്വരാജ് നിഷ്പക്ഷം അവിടെ വിജയിക്കാനാണ് സാധ്യത. ഷൗക്കത്ത് എന്നാണ് ചാൻസ്. നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് എന്തായാലും ജയിക്കും. ആരെയാണ് ഷൗക്കത്ത് ജയിക്കുന്നതാണ് തോന്നുന്നത്? ഷൗക്കത്ത് ജയിക്കാനാണ് ചാൻസ്. സ്വരാജ് ജയിക്കും. ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത. 2000-3000 വോട്ടിനുള്ളിൽ സ്വരാജ് ജയിക്കും. സ്വരാജിനാണ് മുൻതൂക്കം കാണുന്നത്. ഇലക്ഷൻ അറിയിച്ചാലും നല്ല രീതിയിൽ ഭരിച്ചാൽ മതി. ഇവിടെ ആരൊക്കെയാ മത്സരിക്കുന്നറിയോ? പറ. സ്വരാജ്, PV അൻവർ, ആര്യാടൻ ബാബുട്ടി. ആരാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്നത് അവർ വിജയിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ 10 വർഷമായി വാടകയിൽ. അപ്പോൾ ഈ ലൈഫിലും കൊടുത്തിട്ടൊന്നും ശരിയായിട്ടില്ല. ഇപ്രാവശ്യം അതൊന്നും പാസ്സായി ശരിയായി കിട്ടിയാൽ മതി. ഈ തെരഞ്ഞെടുപ്പ് കാലം അത്രയും നിലമ്പൂരിൽ മഴയായിരുന്നു. പോസ്റ്റർ ഒട്ടിച്ചവർ, മുദ്രാവാക്യം വിളിച്ചവർ, വീട് കയറിയവർ എല്ലാവരും നനഞ്ഞു. നാളെയും നിലമ്പൂരിലൊരു മഴ പെയ്യും. നനയാൻ എല്ലാവർക്കും കഴിയാത്ത മഴ. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.